സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. പരമാത്മ ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹ ചൈതന്യ സ്വരൂപത്വമുള്ള ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പുണ്യ പുരാതന ക്ഷേത്രമാണ് പന്തളത്തിനടുത്തുള്ള ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പറ്റി അറിയാത്തവരായിട്ട് ഒരു പക്ഷേ ഈ ഭൂമിയിൽ തന്നെ ആരും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ ലോകത്ത് എവിടെയൊക്കെ സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഉളനാട് ഉണ്ണിക്കണ്ണനെ അറിയാത്ത മലയാളികളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അന്യനാടുകളിലുള്ള മറ്റുള്ളവരുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ പോലും തന്നെ ഏറ്റവും വളരെ വിശേഷമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. വഴിപാടുകളുടെ പ്രാധാന്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു രൂപഭംഗി കൊണ്ട്, അങ്ങനെ വലിയ വിശേഷതകളുള്ള ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പോൾ അവിടെ ആ ക്ഷേത്രത്തിലെ ഓരോരോ ചടങ്ങുകൾ, ഓരോ പ്രാവശ്യവും ഓരോരോ ചടങ്ങുകൾ ഉണ്ടാകും. ആ ചടങ്ങുകളൊക്കെ വ്യത്യസ്തമാണ്, അതോടൊപ്പം തന്നെ വിശേഷമാണ്, അത് അപൂർവമാണ്, അമൂല്യവുമാണ്. അങ്ങനെയുള്ള ഒരു വലിയ ഒരു ചടങ്ങ് ഇപ്പോൾ ജൂലൈ 25-ാം തീയതി നടക്കുകയാണ്, ശനിയാഴ്ച ദിവസം. അതായത് അവിടെ ഉളനാട് കൃഷ്ണസ്വാമിയുടെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ഭഗവതിമാരുണ്ട്, ദുർഗാ ഭഗവതിയും ഭദ്രാ ഭഗവതിയും. രണ്ടമ്മമാരായിട്ട് തന്നെ നിൽക്കുകയാണ് അവരവിടെ, ഭഗവാൻ കൃഷ്ണന്. അങ്ങനെയുള്ള രണ്ട് അമ്മമാരുടെയും കൂടി ഒരു അൻപൊലി അവിടെ ഉണ്ട്. നമുക്കറിയാം, മധ്യ തിരുവിതാംകൂറിൻ്റെ ഏറ്റവും വിശേഷമായിരിക്കുന്ന എഴുന്നള്ളത്ത് ഒരു വ്യവസ്ഥയാണ് ജീവത എന്ന് പറയുന്നത്. അങ്ങനെ ഇരട്ട ജീവതയിൽ ഇരട്ട ഭഗവതിമാർ ഇരട്ട അൻപൊലി എടുക്കാനായിട്ട് ആ ക്ഷേത്രത്തിലെ തന്നെ ഇരട്ട മേൽശാന്തിമാര് കൊണ്ട് അത് ചെയ്യുകയാണ്. അപ്പം അത്ര അമൂല്യമായിരിക്കുന്ന വിശേഷമായിരിക്കുന്ന ചടങ്ങുകളാണ് അന്നത്തെ ദിവസം ഉള്ളത്. അനവധി ദ്രവ്യങ്ങൾ അന്നത്തെ ദിവസം അൻപൊലിയായിട്ട് നെല്ല്, അരി, ശർക്കര തുടങ്ങിയ അങ്ങനെയൊക്കെയുള്ള ദ്രവ്യങ്ങളൊക്കെ ഈ പറകളായിട്ടൊക്കെ അവിടെ ഇടുന്നുമുണ്ട്. നമ്മുടെ പല വിധത്തിലുള്ള ദോഷങ്ങൾ മാറുന്നതോടൊപ്പം തന്നെ, അതായത് ഒരു വഴിപാട് ചെയ്യുന്നത് പല കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മളുടെ ദോഷങ്ങൾ മാറണം. രണ്ട്, നമുക്ക് ഐശ്വര്യം ഉണ്ടാകണം, നമുക്ക് സമൃദ്ധി ഉണ്ടാകണം, നമുക്ക് സമ്പത്ത് ഉണ്ടാകണം. അങ്ങനെ പല വിധത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇരട്ട അൻപൊലി അവിടെ പറ സമർപ്പിക്കാൻ സാധിക്കപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും ക്ഷേത്രവുമായി ബന്ധപ്പെടുക. എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നല്ലവരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും അതിൻ്റെ ഭാഗമാകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും കുടുംബസമേതം എല്ലാവരും അതിൻ്റെ ഭാഗമാകാൻ അവിടെ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.